സംസ്ഥാന സ്കൂൾ കായികമേളയിലെ പ്രതിഷേധത്തിൽ 2 സ്കൂളുകൾക്കെതിരെ നടപടി. തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർ ബേസിൽ സ്കൂളുകളെ 1 വർഷത്തേക്ക് വിലക്കി. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഉമേഷ്, 3 അംഗ സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ ഈ തീരുമാനം. തീർച്ചയായും പ്രവിത, ആ റിപ്പോർട്ട് പരിഗണിച്ചാണ് 2 സ്കൂളുകൾക്ക് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അത് ഏറ്റവും സുപ്രധാനമായ 2 സ്കൂളുകളാണ്. എല്ലാ കായികമേളയിലും ഈ പുരസ്കാരം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിക്കാൻ വേണ്ടി മത്സരിക്കുന്ന 2 പ്രധാനപ്പെട്ട സ്കൂളുകൾ ഈ സ്കൂളുകളാണ്. കഴിഞ്ഞ നവംബർ 11-ന്, അതായത് നവംബർ 4 മുതൽ 11 വരെയായിരുന്നു എറണാകുളത്ത് കായികമേള നടന്നത്. ഇതിന്റെ സമാപന ചടങ്ങുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് സ്കൂളുകളെ ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് പരിഗണിച്ചതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ഇതിൽ 2 സ്കൂളുകളുടെ വിദ്യാർത്ഥികൾ ആണ് ശക്തമായി പ്രതിഷേധിക്കുകയും നേരിയ രീതിയിൽ സംഘർഷത്തിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. അന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. 3 അംഗ സമിതിയാണ് അന്വേഷിച്ചത്. ഈ അന്വേഷണ പ്രകാരം വിദ്യാർത്ഥികളെ ബോധപൂർവം ഈ ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ വേണ്ടി അധ്യാപകർ ഇറക്കിവിട്ടതാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 സ്കൂളുകൾക്ക് അടുത്ത വർഷത്തെ കായികമേളയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. NMHSS തിരുനാവായ, ഒപ്പം മാർ ബേസിൽ കോതമംഗലം എന്നീ സ്കൂളുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2025-26 വർഷത്തെ കായികമേളയിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. വിലക്ക് തുടരുമോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും അധ്യാപകർക്കെതിരെയും ഈ 2 സ്കൂളുകളിലെയും അധ്യാപകർക്കെതിരെ വകുപ്പ് തല നടപടിക്കുള്ള ശുപാർശയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിന്റെ അന്വേഷണത്തിനും അത് 2 അധ്യാപകരുടെയും വിശദാംശങ്ങൾ കൂടി തേടിയ ശേഷം മാത്രമായിരിക്കും അധ്യാപകർക്കെതിരെയുള്ള നടപടിയിലേക്ക് കടക്കുക. ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കലോത്സവം ആരംഭിക്കാൻ ഈ 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. കലോത്സവത്തിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയാൽ അവർക്കെതിരെയും സമാനമായ നടപടികൾ വരും വർഷങ്ങളിൽ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ നടപടിയിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത്. പ്രവിത. ഉമേഷ്, അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ ഈ മത്സരത്തിലേക്ക് എത്തിക്കുന്ന 2 സ്കൂളുകളാണിത്. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളുകളുമാണ്. അപ്പോൾ ഈ 2 സ്കൂളുകളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അത് എത്രത്തോളം പ്രായോഗികമാണ്? തീർച്ചയായും ഇനി അടുത്ത വർഷം, അതായത് ഈ വർഷം നവംബറിന് ശേഷമായിരിക്കും കായികമേളകൾ നടക്കുക. അതിനോടകം ഒരുപക്ഷെ ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ചർച്ചകളെല്ലാം നടത്തി ഒരുപക്ഷെ ഈ നിരോധനം മാറ്റാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇത്തരത്തിൽ 2 ഏറ്റവും സുപ്രധാനമായ 2 സ്കൂളുകൾ. ആ 2 സ്കൂളുകളും കേരളത്തിൽ മികച്ച കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ ഓരോ വർഷവും അധ്വാനിക്കുന്ന സ്കൂളുകൾ. പക്ഷേ ഈ കായികമേളയിലെ സമാപന ചടങ്ങുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങളിൽ ഈ സ്കൂളുകൾക്ക് അല്ലെങ്കിൽ സ്കൂളുകളിൽ കുട്ടികളെ എത്തിച്ച അധ്യാപകർക്ക് വീഴ്ച പറ്റി എന്ന് 3 അംഗ സമിതി കണ്ടെത്തിയിരുന്നു. സ്വാഭാവികമായി കർശന നടപടിയെടുത്തില്ല എങ്കിൽ കലോത്സവമാണ് ആരംഭിക്കാൻ പോകുന്നത്. അതിന് ആ സമയങ്ങളിൽ സമാനമായി ഇപ്പോൾ ജഡ്ജിമാർക്കെതിരെയും ജില്ലാ കലോത്സവങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ജഡ്ജ്മെന്റിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതും വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുള്ള പ്രതിഷേധം കണ്ടതാണ്. അത് സംസ്ഥാന കലോത്സവത്തിൽ കൂടി ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് വലിയ കോട്ടം തട്ടും. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി 24-ലൂടെ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കലോത്സവ വേദിയിൽ ഉണ്ടാവുകയാണെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന്. ഒരുപക്ഷെ ഈ കായികമേളയിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയത് ഒരു താക്കീത് കൂടിയായി വേണം കരുതേണ്ടത്. ഒരുപക്ഷെ അതിനുശേഷം ഈ വിദ്യാർത്ഥികളുടെ എല്ലാം ആവശ്യം പരിഗണിച്ച് വിലക്ക് മാറ്റാനുള്ള സാധ്യതയും മുന്നിൽ കാണേണ്ടതുണ്ടെങ്കിലും 2 ഏറ്റവും സുപ്രധാനമായ സ്കൂളുകളാണ്. ഒന്ന് മലബാർ മേഖലയിൽ ഏറ്റവും മികച്ച കായിക താരങ്ങളെ വാർത്തെടുത്ത തിരുനാവായ, ഒന്ന് എറണാകുളത്ത് എപ്പോഴും ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കോതമംഗലം. ഈ 2 സ്കൂളുകളെയും അവഗണിച്ച് കായികമേളയിൽ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതും നിർണായകമാണ്. പ്രവിത. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ സംഭാവന ചെയ്ത് 2 സ്കൂളുകളാണ്. അപ്പോൾ ഈ 2 സ്കൂളുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ GB രാജ സ്കൂളിന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളായി പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയ തർക്കം അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കായികമേളയിലെ പ്രതിഷേധത്തിലാണ് 2 സ്കൂളുകൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. തിരുനാവായ നാവാമുകുന്ദ സ്കൂളിനും കോതമംഗലം മാർ ബേസിൽ സ്കൂളിനെയുമാണ് 1 വർഷത്തേക്ക് വിലക്കിയിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനം.